എന്താല്ലേ എന്തൊക്കെ വലിയ ഇന്ത്യയിൽ നടക്കണേ. കുറച്ച് മെസ്സേജസ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി അതെന്നെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. വേറൊന്നല്ല, ഈ കഴിഞ്ഞ മെയ് 3 നടന്ന നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തിരുന്നു. റീനീറ്റിന്റെ ഡേറ്റ്സ് പിന്നീട് ഒരിക്കൽ അനൗൺസ് ചെയ്യാമെന്നുമായിരുന്നു ആ ന്യൂസ്. ഞാനിപ്പോൾ MBBS സെക്കൻഡ് ഇയർ ആയി. സ്റ്റിൽ ആ ന്യൂസ് കണ്ടിട്ട് ശരിക്കും ആ ന്യൂസ് എന്നെ ഭയപ്പെടുത്തി, വിഷമിപ്പിച്ചു. എൻ്റെ ആ നീറ്റ് പ്രിപ്പറേഷനും എൻ്റെ ആ നീറ്റ് ട്രോമയൊക്കെ ഈ ഒരൊറ്റ ന്യൂസ് കാരണം ഞാൻ ഓടി. അതിൽ നിന്ന് ഞാനൊരു ഇത്ര സെക്യൂരിറ്റിയോടെ ഇത്ര ചെക്കിങ്ങോടെ നടത്തുന്ന വേറൊരു എക്സാമിനെ കുറിച്ചും എനിക്കറിയില്ല. ഞാൻ പഠിക്കുന്ന നേരത്ത് ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. ബട്ടൺ പാടില്ല, കൈക്ക് നീളം ഇത്രേ പാടുള്ളൂ, ഫുൾ പാടില്ല, മുടി കെട്ടുന്ന രീതി, ഈവൻ ഷൂ ആണെങ്കിലും പാൻറ് ആണെങ്കിലും പാറ്റേൺ പാടില്ല, അത് ഇത് ടോപ്പ് ടു ബോട്ടം ഇത്രയും കീനായി ചെക്ക് ചെയ്യുന്ന ഒരു എക്സാം. എവിടെയാണ് ജോജോ തെറ്റുപറ്റിയത്? എൻ്റെയോട് എനിക്കൊന്നേ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സെക്കൻഡ് ഇയർ ആയി. സ്റ്റിൽ എന്നെ ആ മെസ്സേജ് ഒരൊറ്റ ന്യൂസ് ഹെഡ്ലൈൻ വിഷമിപ്പിച്ചെങ്കിൽ ഈ പ്രാവശ്യം നീറ്റ് എക്സാം നല്ല രീതിയിൽ എഴുതി നല്ല സ്കോർ കിട്ടി എൻ്റെ ഡ്രീം കോളേജ് കാത്തിരിക്കുന്ന ഓരോ കാൻഡിഡേറ്റ്സും അവരുടെ പേരൻസും അവരെ സഹായിച്ച അധ്യാപകരെ എത്രത്തോളം ഇത് വിഷമിക്കും.